അന്റാർട്ടിക്കയിലെ തണുത്തുറഞ്ഞ സമുദ്രത്തിൽ ജീവിക്കുന്ന വിചിത്രമായ മത്സ്യമാണ് അന്റാർട്ടിക് ഐസ് ഫിഷ്. ക്രോക്കഡൈൽ ഐസ് ഫിഷ് എന്നും ഇവയെ വിളിക്കാറുണ്ട്. ചാനക്തിയിഡേ എന്ന കുടുംബത്തിൽ ഉൾപ്പെടുന്ന ഈ മത്സ്യങ്ങൾക്കിടയിൽ 16 സ്പീഷീസുകളുണ്ട്. നമ്മുടെ ചുവന്ന രക്താണുക്കളിൽ കാണുന്ന ഇരുമ്പ് സമ്പുഷ്ടമായ ഒരു പ്രോട്ടീനാണ് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ്റെ സാന്നിധ്യമാണ് രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നത്. ഐസ് ഫിഷിൻ്റെ രക്തത്തിൽ ചുവന്ന രക്താണുക്കളോ അതിലെ പ്രോട്ടീനായ ഹീമോഗ്ലോബിനോ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ മത്സ്യത്തിൻ്റെ രക്തം വെളുത്ത നിറത്തിലോ അല്ലെങ്കിൽ സുതാര്യമായോ കാണപ്പെടുന്നു. ശ്വാസകോശത്തിൽ നിന്ന് ഓക്സിജനെ സ്വീകരിച്ച് രക്തചംക്രമണ സംവിധാനത്തിലൂടെ നമ്മുടെ ശരീരകലകളിലേക്ക് എത്തിക്കുന്നത് ഹീമോഗ്ലോബിനാണ്. ഐസ് ഫിഷിൻ്റെ രക്തത്തിൽ ഹീമോഗ്ലോബിൻ ഇല്ലാത്തതിനാൽ പ്ലാസ്മയിലൂടെയാണ് ഓക്സിജൻ കൈമാറ്റം ചെയ്യപ്പെടുന്നത്. പക്ഷേ ഇവിടെ ഒരു കുഴപ്പമുണ്ട്. ഹീമോഗ്ലോബിനെ പോലെ ഉയർന്ന അളവിൽ ഓക്സിജൻ വഹിക്കാനുള്ള ശേഷി പ്ലാസ്മയ്ക്കില്ല. മറ്റ് മത്സ്യങ്ങളുമായി താരതമ്യം ചെയ്താൽ 10 ഓക്സിജൻ മാത്രമാണ് ഇത്തരത്തിൽ പ്ലാസ്മയിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്നത്. പക്ഷേ ഇത് ഐസ് ഫിഷിനെ യാതൊരു തരത്തിലും ബാധിക്കില്ല. ഇതിനെ മറികടക്കാനുള്ള കഴിവ് അവയ്ക്കുണ്ട്. ഈ മത്സ്യത്തിൻ്റെ വായയുടെ ഉൾഭാഗവും ചെകിളപ്പൂവും വെളുത്ത നിറത്തിൽ കാണപ്പെടുന്നു. ഐസ് ഫിഷിന് 2 രീതിയിൽ ശ്വസിക്കാനുള്ള കഴിവുണ്ട്. അതിൽ ആദ്യത്തേത് എല്ലാ മത്സ്യങ്ങളെയും പോലെ ചെകിളപ്പൂവിലൂടെയുള്ള ശ്വസനമാണ്. രണ്ടാമത്തേത് ചർമ്മത്തിലൂടെയുള്ള ശ്വസനം. മറ്റ് മത്സ്യങ്ങളെപ്പോലെ ഇവർക്ക് ചർമ്മത്തിൽ ചെതുമ്പലുകളില്ല. അന്റാർട്ടിക്കയിലെ തണുത്തുറഞ്ഞ സമുദ്രജലത്തിൽ ഓക്സിജന്റെ അളവ് വളരെയേറെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ മത്സ്യങ്ങൾ ചർമ്മത്തിലൂടെ അതിവേഗം ഓക്സിജൻ വലിച്ചെടുത്ത് പ്ലാസ്മയിൽ ലയിപ്പിക്കും. മറ്റ് മത്സ്യങ്ങളെക്കാൾ 5 മടങ്ങ് വലിപ്പമുള്ള ഹൃദയവും ഉയർന്ന അളവിലുള്ള രക്തവും വിശാലമായ രക്തക്കുഴലുകളും ഇവരുടെ പ്രത്യേകതകളാണ്. ഇത് തുടർച്ചയായി വലിയ അളവിൽ രക്തം പമ്പ് ചെയ്യുകയും വേഗതയിലുള്ള രക്തയോട്ടം ഉറപ്പുവരുത്തുകയും ചെയ്യും. അങ്ങനെ ഓക്സിജൻ വഹിക്കുന്ന പ്ലാസ്മയ്ക്ക് ശരീരത്തിലുടനീളം പെട്ടെന്ന് എത്തിച്ചേരുവാനും പറ്റും. അതുപോലെ ഈ മത്സ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ആൻറ്റിഫ്രീസ് ഗ്ലൈക്കോപ്രോട്ടീനുകൾ കടുത്ത തണുപ്പിലും രക്തത്തിൻ്റെ ഒഴുക്ക് സുഗമമാക്കുന്നു. കൂടാതെ ഇവരുടെ മെറ്റബോളിസം വളരെ മന്ദഗതിയിലാണ്. അതുകൊണ്ട് തന്നെ കുറഞ്ഞ ഊർജവും ഓക്സിജനും ഉപയോഗിച്ച് അതിജീവിക്കുവാൻ ഇവയ്ക്ക് പറ്റും. അന്റാർട്ടിക്കയിലെ തണുത്തുറഞ്ഞ സബ് സീറോ ടെമ്പറേച്ചറിലുള്ള സമുദ്രജലത്തിലാണ് ഈ മത്സ്യങ്ങൾ ജീവിക്കുന്നത്. ഇവരുടെ രക്തത്തിൽ ഹീമോഗ്ലോബിൻ നിറഞ്ഞ ചുവന്ന രക്താണുക്കൾ ഉണ്ടായിരുന്നെങ്കിൽ അത് രക്തത്തെ കൂടുതൽ കട്ടിയുള്ളതും ഒട്ടിപ്പിടിക്കുന്നതുമാക്കി മാറ്റും. അത് രക്തഒഴുക്കിനെ തടസ്സപ്പെടുത്തും. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്കും ഇത് കാരണമാകും. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് അന്റാർട്ടിക് ഐസ് ഫിഷിന് സംഭവിച്ച ജനിതക പരിവർത്തനം ഹീമോഗ്ലോബിൻ ഉൽപ്പാദിപ്പിക്കുന്ന ജീനുകളെ പൂർണ്ണമായും ഇല്ലാതാക്കി.